ഹേ ഓൾ അസ്സലാമു അലൈക്കും. അങ്ങനെ ഇന്നത്തെ ഡേ എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. സാധാരണത്തെ പോലെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു ലാപ്ടോപ്പിൽ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ടും. സോ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് പുട്ടും ബീഫും ആണ്. പിന്നെ നെയ്ച്ചോറ് കുറച്ചുകൂടി ഉണ്ടായിരുന്നു. അപ്പം നെയ്ച്ചോറും ബീഫും കൊണ്ടുപോകാനും സിമ്പിളാണ്, പ്രത്യേകിച്ച് പണി. അങ്ങനെ ഇന്ന് നമ്മൾ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. കുറച്ച് സമയം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നതാണ്. അപ്പോൾ ചില്ലി ഓയിലിന് വേണ്ടിയിട്ട് കുറച്ച് ഗാർലിക്ക് തൊലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ളാക്കാനുള്ള സമയം കിട്ടിയില്ല. കുറച്ചാക്കി വെച്ചത് ഈ ജാറിലിട്ട് വെച്ചു. ബാക്കി കുറച്ചുകൂടി ചെയ്യാനുണ്ട്. രാത്രി വന്നിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ചില്ലി ഓയിലിൻ്റെ കുറേ റെസിപ്പികളുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ ആ ഒരു ടേസ്റ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് പിന്നെ കിട്ടിയിട്ടില്ല. ഞാൻ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും നോക്കിയിട്ട് അപ്പം എനിക്ക് ഓക്കെ തോന്നണ വീഡിയോ ചെയ്യാറാണ്. പക്ഷെ പിന്നീട് ഞാനത് മറന്നു പോവുകയും ചെയ്യും. ഇപ്രാവശ്യം ഞാൻ യൂട്യൂബ് ഇൻസ്റ്റ ഒന്നും നോക്കാതെ എൻ്റേതായിട്ടുള്ളൊരു ഇത് വെച്ച് ചെയ്യാനാണ് പ്ലാൻ. ഇനി ഫുഡാക്കണം, ടിഫിനിലാക്കണം, പാക്ക് ചെയ്യണം, പോകണം. പിന്നെ സ്ഥിരം പോലെ വർക്ക് ചെയ്യുന്നു, ഡ്യൂട്ടിക്ക് പോകുന്നു, സമയമായ ഫുഡ് കഴിക്കാൻ പോകുന്നു, തിരിച്ച് വരുന്നു, വീണ്ടും രാത്രിയാവുന്നു. സെയിം എന്നത്തെയും പോലെ. ഇന്ന് പിന്നെ വ്യാഴാഴ്ച ആയ കാരണം തിരക്ക് കുറവായിരിക്കും. നെയ്ച്ചോറും ബീഫും കുറച്ച് തൈരും പപ്പടമാണ് നമുക്കിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത്. പപ്പടം തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാത്രത്തിലാക്കി. ക്ലോസിങ് ഷിഫ്റ്റാണെന്ന് 1 മണിക്കാണ് കയറേണ്ടത്. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. So we are going back. Yes, എത്താൻ ലേറ്റ് ആവും. So I'll be going in auto. This is the പുറഭാഗം of our beautiful Sarat City Mall. നല്ല ലൈറ്റൊക്കെയാണ്. എനിക്ക് ഓട്ടോയിൽ വരാൻ ഇഷ്ടമില്ലാത്ത വൺ ഓഫ് ദ റീസൺ ഈസ് ഇങ്ങനെ നടക്കേണ്ടി വരും. മെയിൻ റോഡ് വരെയുള്ളൂ ഓട്ടോ. റൂമിലെത്തി. ഞാൻ എത്തിക്കഴിഞ്ഞൊരു 2 minutes കഴിഞ്ഞപ്പോൾ തന്നെ നസിയും എത്തി. കഴിഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കുറച്ചുകൂടി വെളുത്തുള്ളി തൊലിക്കാനുണ്ടായിരുന്നു. അതെല്ലാം റെഡിയാക്കി. ഇനി ചില്ലി ഓയിലിൻ്റെ ബാക്കി പരിപാടികൾ നാളെ നോക്കാനാണ് പ്ലാൻ. നാളെ പറ്റുമോ ഇല്ലേ നാളെ കണ്ടറിയാം. കുറേ ദിവസമായി ഇപ്പോൾ ഇത് ചെയ്യണം വിചാരിച്ച് നിൽക്കുന്നു. ഞാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി നാളെ. ഓക്കെ, ഗുഡ് നൈറ്റ്. അസ്സലാമു അലൈക്കും.